തീ പിടിച്ച കാറിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഗർഭിണി വെന്തു മരിച്ചതിന്റെ ഞെട്ടലിലാണ് കോഴിക്കോട് ചെറുവണ്ണൂർ കക്കറമുക്കം 27 വയസ്സുള്ള സോനയാണ് മരിച്ചത്. സോനയുടെ ഭർത്താവ് രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ എന്താണ് മരണകാരണം, എങ്ങനെയാണ് തീ പിടിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ആ സ്പോട്ടിലേക്ക് തന്നെ പോകാം. മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പൂർണ്ണമായും ആ കാർ കത്തി നശിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏറ്റവും സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ്. നമ്മൾ ഇന്നലെ രാത്രി 9 കൂടിയാണ് പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന സ്ഥലത്ത് ഇതാണ് കാറ്. രജിൻലാല്, അവരുടെ ഭാര്യ സോന, 6 മാസം ഗർഭിണിയാണ് സോന. ആശുപത്രിയിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയി അടുത്തേക്ക് വരികയായിരുന്നു. വീട്ടിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ അപകടമുണ്ടായത്. ഈ കാറിൻ്റെ പിറക് വശത്ത് നിന്ന് വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി ഒരു അഗ്നിബാധയുണ്ടായി, തീപിടുത്തമുണ്ടായി. അങ്ങനെ റിജിൻ പെട്ടെന്ന് തന്നെ റിജിനും പൊള്ളലേറ്റിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി, പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിറകിലെ വാതിൽ ലോക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി വാഹനം തീ കെടുത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ അപ്പോഴേക്കും കാറിനകത്ത് വെന്തു മരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഞെട്ടലിലാണ് ഈ ചെറുവണ്ണൂരിലെ ഈ കക്കറമുക്ക് പ്രദേശത്തുള്ള നാട്ടുകാർ. ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് എത്തിയിരുന്നു. എല്ലാവരും എത്തി. ഒരു ഭയങ്കര സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തോടു കൂടി തീ ഇയാളിങ്ങനെ ഡോറും തുറന്നിട്ട് ഈ മുന്നിലുള്ള ഡ്രൈവർ വെള്ളത്തിലേക്ക് ചാടിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ആ വീട്ടിലുള്ള നിലവിളിയാണ് ഉണ്ടായത്. ഫുള്ള് നിലവിളി. പിന്നെ ഈ വീട്ടിൽ നിന്ന് ബക്കറ്റ് എടുത്ത ആൾ വന്ന് അങ്ങനെ ഒരു തീ ഒരിക്കലും കെടുന്നില്ല. തീ എത്ര വെള്ളം ഒഴിച്ചാലും കെടുന്നില്ല. ഉള്ളിൽ പിറകില് ആളുള്ള കാര്യം അറിയില്ല. ആദ്യം ഒരാൾ ഉള്ളിൽ ആളുള്ളത് അറിയില്ലായിരുന്നു. കെടുത്തി കഴിഞ്ഞാലാണ് ഉള്ളിൽ ആളെ കാണുന്നത്. പിന്നെ അത് മുക്കാഭാഗവും തീ കെടുത്തി കഴിഞ്ഞാലാണ് ഒരാൾ പറയുന്നത് ഉള്ളിൽ ആളുണ്ടല്ലോ എന്ന്. അപ്പോൾ എപ്പോഴത്തിന് ആൾ ഡോറെല്ലാം അങ്ങനെ പൊടിച്ച് ഉള്ളിൽ പുറത്തേക്ക് എടുക്കാൻ നോക്കിയായിരുന്നു ആളെ. അപ്പോഴത്തേക്ക് 95% പൊള്ളലേറ്റ് പോയിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഉള്ള സൗണ്ടാണ്. അങ്ങനെയാണ് എല്ലാവരും ഓടി വരുന്നത്. അപ്പം നല്ല കത്തലാണ് കത്തുന്നത്. നല്ല കത്തി ഇയാൾ തീയോട് കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, ഇവിടുത്തെ ഇവർ കണ്ട് തീയോട് കൂടിയാണ് വെള്ളത്തിൽ ചാടി ഇതാക്കി. അപ്പോഴത്തേക്ക് തീ വളരെ വേഗം കെടുത്തിയിട്ടുണ്ട്. അതെ. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് വരും. അതെ, ആശുപത്രിയിൽ പോകാന്ന്. അവൾ വയ്യാത്തത് കൊണ്ട് പുറകെ കിടക്കുകയായിരുന്നു. 7 മാസം ഗർഭിണിയാണ്. പിന്നെ അങ്ങനെ സ്വിഫ്റ്റ് കാറാണ് അല്ലേ? എന്താ സംഭവിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും? സ്വിഫ്റ്റ് കാറാണ്. എന്താ സംഭവിച്ചത് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇതുവരെ ഈ ഒരു സൗണ്ട് ഇല്ല. ഈ ചുറ്റുവട്ടത്തുള്ള ആളെന്നുവെച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട് 1/2 കിലോമീറ്റർ അപ്പുറം. അവര് വരെ സൗണ്ട് കേട്ടാന്ന് ഓടി വന്നത്. സൗണ്ട് കേട്ടാണ് ഞാൻ ഓടി വന്നത്. തീ ഇങ്ങനെ വല്ലാതെ പൊന്തുന്നേരം നോക്കിയിട്ട് പിന്നെ ഒന്നാമത് അടുക്കാനാകുന്നില്ല. ചൂട് എടുത്ത് ഓടി വന്ന് എന്നല്ലാതെ അങ്ങോട്ട് അടുക്കാനാകുന്നില്ല. ജില്ലയിൽ നല്ല പൊള്ളലേറ്റിട്ടുണ്ട്. അതെ. ഇവര് അറിയുന്നത് പോലും ഈ ബ്ലാസ്റ്റോട് കൂടി, അല്ലാതെ അവർ നിർത്താൻ ശ്രമിക്കൂലേ. വിദേശത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അതെ, ഗൾഫിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് അടുത്ത് പോകുന്നോ അങ്ങനെ കഴിഞ്ഞ അടുത്ത ദിവസം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് അളിയന്റെ മിലിറ്ററിക്കാരനാണ് അനിയൻ. ഈ സോനയുടെ വീട് അതെ, വെച്ചാൽ സോനൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട് ഇതിന് അടുത്താണ്. അച്ഛൻ്റെ അനിയന്മാരല്ല ചെരിവിലിപ്പോൾ ഇപ്പോൾ പാലേരിയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു പഴയ സിനിമയിലെല്ലാം അഭിനയിക്കുന്ന ഒരാളായിരുന്നു. ഏതായാലും ആര്യ, വളരെ സങ്കടകരമാണ് കാര്യം. വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 1.5 കിലോമീറ്റർ ദൂരം കൂടി കഴിഞ്ഞാൽ വീട്ടിലെത്താവുന്ന ഒരു വഴിയാണ്. അധികം വീതിയൊന്നുമില്ല, ചെറിയൊരു റോഡാണ്. ആ റൂട്ടിൽ അങ്ങനെ വേഗതയിലൊന്നും വണ്ടിക്ക് പോകാൻ കഴിയുന്ന സ്ഥലമല്ല. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാറിൻ്റെ പിൻഭാഗത്ത് നിന്നാണ് തീ വന്നത് എന്നുള്ളതാണ്. നാട്ടുകാരൊക്കെ പറയുന്ന വലിയ സ്ഫോടനം ശബ്ദം കേട്ടിരുന്നു. അതിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിൻഭാഗത്ത് ആ സ്ഫോടനത്തോടുകൂടി തീ പടർന്നു. പെട്ടെന്ന് തന്നെ കാർ മുഴുവൻ തീ വിഴുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. രജിൻലാല് പുറത്തേക്ക് ഇറങ്ങി, തീയോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങി. രജിൻലാലിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പക്ഷേ രജിൻലാലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓടിക്കൂടിയ നാട്ടുകാർക്കും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പിറകിൽ ഗർഭിണിയായ സോന അങ്ങനെ വെന്തു മരിക്കുന്ന സാഹചര്യത്തിലേക്ക് തീപ്പൊള്ളലേറ്റ്
മരിക്കുന്ന ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് പോയി. സോനയുടെ ബന്ധുക്കളുടെ വീടുകളൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. വലിയ ദാരുണമായ സംഭവത്തിനാണ് ഇന്നലെ ചെറുവണ്ണൂർ നടന്നത്. ആര്യ.